സർക്കാർ മേഖലയിലെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ജീവനക്കാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 50 നിർദ്ദേശങ്ങൾ. സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു പൊതുമാനദണ്ഡം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാർ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സർവീസ് അഴിമതിരഹിതവും കാര്യക്ഷമവുമായിരിക്കണമെന്ന ആമുഖത്തിൽ പരാമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ സർവീസ് സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയത്. ജീവനക്കാരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്താണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഫയലുകളുടെ കാലതാമസം ഒഴിവാക്കുക, വിവിധ ആവശ്യങ്ങളുമായി ഓഫീസിലെത്തുന്നവരോട് മാതൃകാപരമായ പെരുമാറ്റം ജീവനക്കാർ കാഴ്ചവെക്കുക, ഹാജർ നില ഉറപ്പാക്കുക, സർക്കാർ പദ്ധതികളുടെ ഗുണം കൃത്യസമയത്ത് ജനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിൽ ജീവനക്കാർ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുക എന്നിങ്ങനെയുള്ള 50 നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവനക്കാർക്ക് മുന്നിൽ വെച്ചു. ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യസമയത്ത് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പൊതുമാനദണ്ഡം ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്നും വ്യക്തമാക്കി. ജീവനക്കാരുടെ കാര്യത്തിൽ ശാസ്ത്രീയ പുനർവിന്യാസമുണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. നികുതി പിരിവ് കാര്യക്ഷമമാക്കണം. സേവനാവകാശ നിയമം കൃത്യമായി പാലിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളെ അറിയിച്ചു. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി FACTO ഭാരവാഹികൾ വ്യക്തമാക്കി. വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശമാണ്. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സിവിൽ സർവീസിൽ സമൂലമായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വരുത്തുന്ന നിർദ്ദേശങ്ങളാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകളും സർവാത്മന പിന്തുണയ്ക്കാനുണ്ടായത്. സ്ഥലമാറ്റത്തിലെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി പ്രതിപക്ഷ സംഘടനാ നേതാക്കളും പറഞ്ഞു. 7 ഫെഡറേഷനുകളാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രിക്ക് പുറമെ ചീഫ് സെക്രട്ടറി, പൊതുഭരണ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വോട്ട് കച്ചവടം നടന്നെന്ന് KPCC സമിതി. 2 ബ്ലോക്ക് കമ്മിറ്റികളും 162 ബൂത്ത് കമ്മിറ്റികളും പിരിച്ചുവിടാനും നിർദ്ദേശം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കുന്ന മേഖലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് KPCCക്ക് സമർപ്പിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ AICC അറിയിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. നേമം നിയോജകമണ്ഡലത്തിൽ 3ാം സ്ഥാനത്തായതിൽ നടപടി വേണമെന്ന ശുപാർശയോടെയാണ് KPCCയുടെ മേഖലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. നേമത്തെ സമ്പൂർണ്ണ പരാജയം പാർട്ടിക്ക് നാണക്കേടായി. V. സുരേന്ദ്രൻപിള്ളയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കരുതായിരുന്നു. തന്നെ തോൽപ്പിക്കാൻ CN ബാലകൃഷ്ണൻ പണമൊഴുക്കിയെന്ന് വടക്കാഞ്ചേരിയിൽ മത്സരിച്ച അനിൽ അക്കര മേഖലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പത്മജ വേണുഗോപാലും CN ബാലകൃഷ്ണനെതിരെ പരാതി നൽകി. തൃശൂരിൽ സമ്പൂർണ്ണ ശുദ്ധികലശം വേണമെന്നാണ് മേഖലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കൊല്ലത്ത് പാർട്ടിയേ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിശദാംശങ്ങൾ AICC അറിയിച്ച് നടപടി സ്വീകരിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഏതായാലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാവരുമായും ചർച്ച ചെയ്ത് കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രോപ്രിയേറ്റ് ഫോറം അത് തീരുമാനം എടുക്കും. A ഗ്രൂപ്പുകാർ പാരവെച്ചെന്ന ഡൊമിനിക് പ്രസന്റേഷനും തന്റെ തോൽവിക്ക് കാരണം VM സുധീരനാണെന്ന് K ബാബുവും മേഖലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതിനു മുൻപ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ AICCക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന നാളെ നടക്കും. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നും കൂടുതൽ പുതുമുഖങ്ങൾ മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും. നജ്മ ഹെപ്തുള്ള, കൽരാജ് മിശ്ര തുടങ്ങിയ മന്ത്രിമാർ സഭയിൽ നിന്ന് പുറത്താകും. മോഡി മന്ത്രിസഭ 2 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ മന്ത്രിമാരുടെ പ്രകടനം വിലയിരുത്തിയും ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുമാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ, ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കഴിഞ്ഞ ദിവസം പുനഃസംഘടനാ കാര്യം ചർച്ച ചെയ്തിരുന്നു. ആഭ്യന്തരം, പ്രതിരോധം, വിദേശകാര്യം, ധനം എന്നീ സുപ്രധാന വകുപ്പുകളിൽ അഴിച്ചുപണിക്ക് സാധ്യതയില്ല. നിലവിൽ 66 മന്ത്രിമാരാണ് കേന്ദ്രമന്ത്രിസഭയിലുള്ളത്. ഭരണഘടനാ പ്രകാരം ഇത് 82 വരെയാകാം. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ വികസനത്തിൽ കൂടുതൽ പുതുമുഖങ്ങൾക്ക് ഇടം ലഭിച്ചേക്കും. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പേർ മന്ത്രിസഭയിൽ ഉണ്ടാകും. മന്ത്രിസഭയിലെ 75 വയസ്സ് പിന്നിട്ട നജ്മ ഹെപ്തുള്ള, കൽരാജ് മിശ്ര എന്നിവരെ ഒഴിവാക്കിയേക്കും. നജ്മ ഹെപ്തുള്ളയ്ക്ക് പകരം മുക്താർ അബ്ബാസ് നഖ്വി ന്യൂനപക്ഷക്ഷേമ മന്ത്രിയാകും. അസം മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് സർബാനന്ദ സോനോവാൾ രാജിവെച്ച ഒഴിവിൽ അസമിൽ നിന്നു തന്നെയുള്ള രമൺ ദേക്ക കായിക മന്ത്രിയാകാനാണ് സാധ്യത.
ഗോരഖ്പൂർ MP യോഗി ആദിത്യനാഥ്, NDA സഖ്യകക്ഷി അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ എന്നിവർ ഉത്തർപ്രദേശിൽ നിന്നും മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഫ്രിക്കൻ സന്ദർശനത്തിനായി വ്യാഴാഴ്ച യാത്ര തിരിക്കുന്നതിനാലാണ് ചൊവ്വാഴ്ച പുനഃസംഘടന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്രകുമാറിനെ CBI അറസ്റ്റ് ചെയ്തു. അഴിമതി കേസിലാണ് അറസ്റ്റ്. രാജേന്ദ്രകുമാറിനെ നാളെ പാട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ വർഷം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കേജ്രിവാളിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തത് വിവാദമായിരുന്നു. നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ആം ആദ്മിയുടെ ആരോപണം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്രകുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി തരുൺ ശർമ്മ ഉൾപ്പെടെ 5 പേരെയാണ് CBI അറസ്റ്റ് ചെയ്തത്. കമ്പനികൾ രൂപീകരിച്ച് ടെൻഡർ ഇല്ലാതെ കരാർ പണികൾ നൽകി 50 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് കേസ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ കേസുമായി ബന്ധപ്പെട്ട് ദില്ലി സെക്രട്ടേറിയറ്റിലെ കെജ്രിവാളിന്റെ ഓഫീസ് CBI റെയ്ഡ് ചെയ്തിരുന്നു. റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് CBI അവകാശപ്പെട്ടത്. എന്നാൽ സംഭവം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. BJP തുടർച്ചയായി ദില്ലി സർക്കാരിനോട് രാഷ്ട്രീയ പകപോക്കലാണ് നടത്തുന്നതെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ കുറ്റപ്പെടുത്തി. അറസ്റ്റിലായ രാജേന്ദ്രകുമാറിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അമേരിക്കൻ കോൺസുലേറ്റിന് മുമ്പിൽ ചാവേർ ആക്രമണം. സ്ഫോടനത്തിൽ 2 സുരക്ഷാ ഭടന്മാർക്ക് പരിക്കേറ്റു. ധാക്കയിലെയും ബംഗ്ലാദേശിലെയും ഭീകരത കെട്ടടങ്ങും മുമ്പാണ് വീണ്ടും ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 120 പേരുടെ ജീവൻ അപഹരിച്ച ബാഗ്ദാദിലെയും 23 പേരുടെ ജീവനെടുത്ത ധാക്കയിലെയും ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് വീണ്ടും ചാവേറുകളുടെ ക്രൂരത. ജിദ്ദയിൽ US കോൺസുലേറ്റിന് മുന്നിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 2 സുരക്ഷാ ഭടന്മാർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ ചാവേർ കൊല്ലപ്പെടുകയും ചെയ്തു. US കോൺസുലേറ്റിന് സമീപമുള്ള പള്ളിയിലേക്ക് സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ചാവേറിനെ പോലീസ് തടഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സ്ഥലത്ത് പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. US കോൺസുലേറ്റിലെ ജീവനക്കാരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അതേസമയം ധാക്കയിൽ ആക്രമണം നടത്തിയ 3 ബംഗ്ലാദേശികളെയും തിരിച്ചറിഞ്ഞു. അക്രമികളിൽ ഭരണകക്ഷി അവാമി ലീഗ് നേതാവിന്റെ മകൻ റൊഹാൻ ഇബൻ ഇംതിയാസും ഉൾപ്പെടും. സംഭവത്തിൽ ഉൾപ്പെട്ട 3 അക്രമികളുടെയും ഫോട്ടോ സർക്കാർ പുറത്തുവിട്ടു. IS അല്ല, ബംഗ്ലാദേശിലെ തന്നെ ജമായത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശാണ് അക്രമത്തിന് പിന്നിലെന്ന് ബംഗ്ലാദേശ് സർക്കാർ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് അക്രമികളുടെ ഫോട്ടോയും പേരുവിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടത്. ISIS ആണ് ഇവർക്ക് ആക്രമണത്തിനുള്ള സഹായം നൽകിയതെന്നും ബംഗ്ലാദേശ് സർക്കാർ ആരോപിച്ചു. എന്നാൽ ബാഗ്ദാദിലുണ്ടായ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തിട്ടുണ്ട്. ISന്റെ നിയന്ത്രണത്തിലായിരുന്ന നിരവധി പ്രദേശങ്ങൾ ഇറാഖ് സൈന്യം അടുത്തിടെ തിരിച്ചുപിടിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. സ്മാർട്ട് ഫോണുകളുടെയും ടാബ്ലറ്റിലുള്ള ഗെയിമുകളുടെയും അനിയന്ത്രിത ഉപയോഗം കുട്ടികളിൽ വിവിധ നേത്രരോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് പഠനം. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിലാണ് അപകട സാധ്യത കൂടുതൽ. കൊൽക്കത്തയിലെ ഒരു സംഘം നേത്രവിദഗ്ധർ നടത്തിയ പഠനത്തിലാണ് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് എന്നിവയുടെ ഉപയോഗം കുട്ടികളുടെ കണ്ണിലേൽപ്പിക്കുന്ന ദോഷവശങ്ങൾ കണ്ടെത്തിയത്. നീണ്ടകാലമായി നിലനിൽക്കുന്ന തലവേദന, കണ്ണുകളിലെ ചൊറിച്ചിൽ, സ്കൂളിലെ ബ്ലാക്ക് ബോർഡിൽ എഴുതിയത് വായിക്കാനാവാത്ത അവസ്ഥ തുടങ്ങി വിവിധ പ്രശ്നങ്ങളുമായി ഡോക്ടർമാരെ സമീപിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായതോടെയാണ് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ഡോക്ടർമാർ തീരുമാനിച്ചത്. കണ്ണിന്റെ വിവിധ പ്രശ്നങ്ങളുമായി തങ്ങളുടെ അടുത്തെത്തുന്ന കുട്ടികളിൽ ഭൂരിഭാഗം പേരും സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകളിലും സമയം ചെലവഴിക്കുന്നവരാണെന്ന് കൊൽക്കത്തയിലെ ക്യൂറെ ഐ കെയർ ഹോസ്പിറ്റലിലെ കണ്ണുരോഗ വിദഗ്ധ ഡോക്ടർ രശ്മി ഷറഫ് പറയുന്നു. പക്ഷേ ഇതിനെ പലരും കാര്യമായി എടുക്കുന്നില്ല. അതുകൊണ്ടുതന്നെ യഥാർത്ഥ കണക്കുകൾ പറയാനാവില്ലെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. ഫോണുകളിൽ നിന്നും കമ്പ്യൂട്ടറുകളിൽ നിന്നും വരുന്ന നീല വെളിച്ചമാണ് കണ്ണിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇത്തരം നീല വെളിച്ചങ്ങൾ ഒഴിവാക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ നീല വെളിച്ചത്തെയും അത് കണ്ണുകൾക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും കുറിച്ച് കാര്യമായ പഠനങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കുന്നില്ലെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്. വളർത്തുനായകൾക്ക് ഉപയോഗിക്കാവുന്ന TV റിമോട്ട് വരുന്നു. ഇതിനായുള്ള പെറ്റ് ഫ്രണ്ട്ലി റിമോട്ട് വികസിപ്പിച്ചു വരികയാണ് സാങ്കേതിക വിദഗ്ധർ. മൃഗങ്ങളുടെ കാൽപ്പത്തിയുടെ രൂപകൽപ്പനയും ചേർത്ത് ഇളകി നീങ്ങുന്ന രീതിയിലാണ് റിമോട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് മൃഗങ്ങൾക്ക് റിമോട്ടിൽ സമ്പൂർണ്ണ നിയന്ത്രണം നൽകും. പ്ലാസ്റ്റിക് വാട്ടർ പ്രൂഫ് ഉപയോഗിച്ചാണ് റിമോട്ട് നിർമ്മിച്ചിട്ടുള്ളത്.
അല്പം ഉയർന്നായിരിക്കും ബട്ടണുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ചാനലുകൾ മാറ്റുന്നത് എളുപ്പമാക്കി തീർക്കും. കൂടാതെ നായകൾക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ കുറഞ്ഞ ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുക. പ്രസ്റ്റണിലെ സെൻട്രൽ ലാങ്കാഷെയർ സർവകലാശാലയിൽ കമ്പ്യൂട്ടർ വിദഗ്ധരോടൊപ്പം ചേർന്നാണ് വാഗ് റിമോട്ട് നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ തന്നെ ശരാശരി നായകൾ ആഴ്ചയിൽ 9 മണിക്കൂറോളം TV കാണുന്നതായി മൃഗങ്ങളുടെ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ വിദഗ്ധനായ ഇലിയന ഹിർസിച്ച് നടത്തിയ പഠനത്തിൽ വ്യക്തമായി. സാങ്കേതികവിദ്യ അത്രത്തോളം വളർന്നതായിട്ടാണ് കാണുന്നത്. റിമോട്ടിലെ ബട്ടണുകളോട് മൃഗങ്ങൾ എങ്ങനെയെല്ലാം പ്രതികരിക്കുന്നുവെന്നും വിശകലന വിധേയമാക്കുന്നുണ്ട്. ബട്ടണുകളുടെ ശബ്ദം, നിറം എന്നിവയോടുള്ള പ്രതികരണമാണ് വിശകലന വിധേയമാക്കുന്നത്. ഈ പഠനങ്ങളിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി രൂപീകരിച്ചിട്ടുള്ള മൂലരൂപത്തിന് അന്തിമരൂപം നൽകാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകും. അങ്ങനെ റിമോട്ട് തട്ടിയെടുക്കുന്ന വളർത്തുമൃഗങ്ങളുമായുള്ള അടിപിടി ഇനി ഉടമസ്ഥർക്ക് അവസാനിപ്പിക്കാം. ന്യൂസ് ഡെസ്ക്. പശ്ചിമഘട്ടത്തിൽ നിന്ന് അതിവേഗം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ജന്തുജാലങ്ങളുടെ ഫോട്ടോ ഉൾക്കൊള്ളിച്ചുള്ള പ്രദർശനം ശ്രദ്ധേയമാകുന്നു. കാടിനെയും അവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെയും അടുത്തറിയാൻ പ്രദർശനം മുതൽക്കൂട്ടായി മാറുകയാണ്. തുറച്ചു നോക്കുന്ന ചെവിയൻ രാച്ചുക്കെന്ന അപൂർവ ഇനം വനപക്ഷി. പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന റിപ്ലിമൂങ്ങ. ഭൂമിയിൽ നിന്നും അതിവേഗം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന പെയിന്റഡ് സ്പർഫൗൾ എന്ന പ്രത്യേകതരം കാട്ടുകോഴി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബെഡോഫീസ് ബുഷ് ഫ്രോഗ് എന്ന അപൂർവ ഇനം തവള. പനവരുകു മുതൽ തീക്കാക്ക വരെയുള്ള പശ്ചിമഘട്ടങ്ങളിലെ ജൈവവൈവിധ്യം പറഞ്ഞാൽ തീരില്ല. വനപരിവേഷകരായ ഫോട്ടോഗ്രാഫർമാർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം പകർത്താൻ കഴിയുന്ന ചിത്രങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ ഈ ചിത്രങ്ങൾ പകർത്തിയ 11 അംഗ സംഘത്തിൽ IASകാർ മുതൽ റിട്ടയർഡ് സർക്കാർ ജീവനക്കാർ വരെ ഉണ്ടെങ്കിലും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഒരേ ഒരാളെയുള്ളൂ. കാടിനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ക്യാമറ കയ്യിലെടുത്തതെന്നും ജനങ്ങളിൽ പരിസ്ഥിതി അവബോധം വളർത്തലാണ് ഇത്തരം പ്രദർശനങ്ങളുടെ ലക്ഷ്യമെന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപന ഉടമയുമായ ഷിനു സുകുമാരൻ പറഞ്ഞു. പശ്ചിമഘട്ടത്തിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുക, പശ്ചിമഘട്ടം ഇല്ലായെങ്കിൽ പശ്ചിമഘട്ടം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നുകൂടെ ബോധ്യപ്പെടുത്തുക, അവിടെ നമ്മളോടൊപ്പം കോഎക്സിസ്റ്റ് ചെയ്യുന്ന മറ്റ് ജീവജാലങ്ങളുടെ സംരക്ഷണം, അവരെന്തുമാത്രം എൻഡേഞ്ചറാണ്, ഇത്തരം കാര്യങ്ങൾ പൊതുജനത്തിനെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് ഈ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാടിൻ്റെ വന്യത തേടിയുള്ള യാത്രക്കിടയിൽ സഹയാത്രികരായി എത്തി പരസ്പരം പരിചയപ്പെട്ടവരാണിവർ. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ കാടുകയറിയ ഫോട്ടോ കമ്പമാണ് ഈ 11 പേരെയും ഒന്നിപ്പിച്ചത്. കാടിൻ്റെ പൊരുൾ തേടിയുള്ള യാത്രക്കിടയിൽ പലതവണ മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിലും യാത്രയും ഫോട്ടോഗ്രാഫിയും സ്നേഹിക്കുന്ന ഇവർ പിന്നോട്ടില്ല. തങ്ങൾ പകർത്തുന്ന ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാവും ഏതോ നാട്ടിലിരുന്ന് ഏതൊക്കെയോ പരിസ്ഥിതി സ്നേഹികൾ കാടിനും അവിടുത്തെ ജൈവവൈവിധ്യത്തിനും വേണ്ടി മുറവിളി കൂട്ടുന്നതെന്ന് ഇവർക്ക് നന്നായി അറിയാം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കലാഭവൻ മണി അവസാനമായി അഭിനയിച്ച തമിഴ് ചിത്രം പുതുസാ ഞാൻ പോറന്റെ ട്രെയിലർ പുറത്തിറങ്ങി. സഹാറ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷഹീർ ജാൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മജീദ് അബുവാണ്. മലയാളി താരം ബിയോൺ ജെമിനിയാണ് നായകനെ അഭിനയിക്കുന്നത്. കലാഭവൻ മണിയെ കരുത്തനായ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ വരവേറ്റ ആസ്വാദകരാണ് തമിഴകത്തേത്. കലാഭവൻ മണി അവസാനമായി അഭിനയിച്ചതും ഒരു തമിഴ് ചിത്രത്തിലായിരുന്നു. മണി അവസാനമായി അഭിനയിച്ച തമിഴ് ചിത്രം പുതുസാ ഞാൻ പിറന്തേൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലറാണ് പുറത്തിറങ്ങിയത്. ബാലതാരമായി ശ്രദ്ധ നേടിയ ബിയോണാണ് ചിത്രത്തിലെ നായകൻ. പോലീസ് ഓഫീസറുടെ റോളിലാണ് മണി ചിത്രത്തിൽ എത്തുന്നത്. ദൃശ്യം തമിഴ് റീമേക്കായ പാപനാശത്തിൽ നെഗറ്റീവ് സ്വഭാവമുള്ള പോലീസ് കഥാപാത്രമായി മണി എത്തിയിരുന്നു. മലയാളത്തിൽ കലാഭവൻ ഷാജോൻ അവതരിപ്പിച്ച പോലീസ് ഓഫീസറെയാണ് മണി തമിഴിൽ അവതരിപ്പിച്ചത്. സഹാറ എന്റർടൈൻമെന്റാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഷക്കീർ ജാനാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഇനി രസകരമായൊരു വീഡിയോ കാണാം. ഇതോടെ ഇന്നത്തെ ന്യൂസ് മിക്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. My mom's calling. Say hi to my mom. Hey, Mom. I was hanging out with Selena, right? Gomez, of course. And I was serving. Amanda, what do you do? Oh! George? Amanda, you gotta wait for the song. Oh my. Yes, you're lovely. We're losing him. So George, we're losing him. We're losing him. George. but to